സർക്കാർ നിയമസഭയിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെയല്ല കാര്യങ്ങൾ എന്നുള്ളതാണോ രണ്ടാം അലോട്ട്മെന്റിന് ശേഷവും നമുക്ക് മനസ്സിലാവുന്നത്? 46,000-ഓളം വിദ്യാർത്ഥികൾ കാത്തു നിൽക്കുന്നു, അത്രത്തോളം സീറ്റുകൾ ഇല്ല എന്നതാണ് പറയുന്നത്. പക്ഷേ സർക്കാർ അപ്പോഴും പറയുന്നത് അൺഎയ്ഡഡ് മേഖലയിലും മാനേജ്മെന്റ് കോട്ടയിലും ഒപ്പം തന്നെ പോളിടെക്നിക്കും ഈ പറയുന്ന IT യും ഒക്കെ ഉണ്ട്. ഇതൊക്കെ കൂട്ടിയാലും ഈ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനുള്ള സാഹചര്യം ഒരുങ്ങാനുള്ള സാധ്യതയുണ്ടോ? അരുൺ, അത്തരത്തിൽ സാധ്യതകൾ വളരെ വിളറമാണെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ജില്ലയിലെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യഘട്ട അലോട്ട്മെന്റിൽ 36,393 വിദ്യാർത്ഥികൾക്കാണ് അവസരം ലഭിച്ചിരുന്നത്. എന്നാൽ രണ്ടാം ഘട്ട അതിൽ 3000-ഓളം വിദ്യാർത്ഥികൾ പ്രവേശന നടപടികൾ പൂർത്തീകരിക്കാത്തത് കൊണ്ട് തന്നെ 33,170 വിദ്യാർത്ഥികളാണ് എല്ലാ നടപടികളും പൂർത്തിയാക്കിയത്. സ്വാഭാവികമായി 3000-ഓളം സീറ്റുകൾ ആദ്യ അലോട്ട്മെന്റിൽ ബാക്കിയാവുന്ന സാഹചര്യം ഉണ്ടായി. അത് പല കാരണങ്ങൾ കൊണ്ട് അത്തരത്തിൽ വിദ്യാർത്ഥികൾ പ്രവേശനം നേടാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. പക്ഷെ അവരുടെ അവസരം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ആ കുറവ് കൂടി പരിഗണിച്ചുകൊണ്ട് അത് പിന്നെ ഇത്തവണ രണ്ടാം ഘട്ട അലോട്ട്മെന്റിൽ ആകെ അവസരം ലഭിച്ചിരിക്കുന്നത് വെറും 2000 ചില്ലാനം വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. 2437 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് മലപ്പുറം ജില്ലയിൽ രണ്ടാം ഘട്ടത്തിൽ അവസരം നൽകിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ രണ്ട് ഘട്ടങ്ങളിലായി മൊത്തം അവസരം ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം പറയുന്നത് 35,000-ഓളം വിദ്യാർത്ഥികളാണ്. സ്വാഭാവികമായി 82,446 അപേക്ഷകളുള്ള സ്ഥലത്ത് നിന്നാണ് ഈ രണ്ട് ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയാകുമ്പോൾ 35,000-ഓളം വിദ്യാർത്ഥികൾക്ക് മാത്രം അവസരം ലഭിക്കുന്ന സാഹചര്യം. ഇനി മലപ്പുറം ജില്ലയിൽ ശേഷിക്കുന്നതാവട്ടെ 14,000-ഓളം സീറ്റുകൾ മാത്രമാണ്. സ്വാഭാവികമായും 30,000-ത്തിലധികം വിദ്യാർത്ഥികളുടെ പഠനത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഈ 14,000-ഓളം സീറ്റുകളിൽ നിയമനം നൽകിയാൽ പോലും ഇനി അൺഎയ്ഡഡിന്റെ കാര്യം 11,300 സീറ്റുകളാണ് മലപ്പുറം ജില്ലയിൽ അൺഎയ്ഡ് മേഖലയിലുള്ളത്. ഇത് ഉൾപ്പെടുത്തിയാൽ പോലും 15,000-ത്തിലധികം വരുന്ന വിദ്യാർത്ഥികളുടെ തുടർ പഠനം എന്നുള്ളത് ആശങ്കയിലാവുന്ന ഒരു കാര്യമാണ്. പിന്നീട് വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ തന്നെ നടത്തിയ പ്രഖ്യാപനം പോലെ അത് സമാന്തരമായുള്ള മറ്റ് ഓപ്പൺ രജിസ്ട്രേഷൻ പോലുള്ള സ്കൂളുകളെയോ അല്ലെങ്കിൽ ITI പോളിടെക്നിക് പോലെയുള്ള കോഴ്സുകളെയോ കുട്ടികൾ ആശ്രയിക്കേണ്ടി വരും. അത് ഒരിക്കലും +1 പകരമല്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഇതൊരു വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഈ ഹയർ സെക്കൻഡറിക്ക് തത്തുല്യമല്ല ഈ പോളിടെക്നിക്കും IT യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് വിദ്യാഭ്യാസ മന്ത്രി ഉൾക്കൊള്ളേണ്ടത് എന്നതാണ് മലപ്പുറത്ത് നിന്ന് വരുന്ന പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം കൂടി, ഇതിപ്പോൾ ലീഗിന് പുറമെ കോൺഗ്രസ് കൂടി സമരരംഗത്തേക്ക് എത്തുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. മലപ്പുറം കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ഇന്നിപ്പോൾ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. ലീഗിനോടൊപ്പം കോൺഗ്രസും ഈ പ്രതിഷേധ പരിപാടിയിലേക്ക് പങ്കുചേരുകയാണ്. അരുൺ, നേരത്തെ തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള കാര്യം KSU MSF സഖ്യമൊക്കെ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് നാളെ മലപ്പുറം കലക്ടറേറ്റിലേക്ക് മലപ്പുറം ജില്ലാ DCCയുടെ നേതൃത്വത്തിൽ മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീഷാണ് ഈ കലക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. സ്വാഭാവികമായും വലിയ സംഘർഷത്തിലേക്കടക്കം ഈ മാർച്ച് പോകുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം അത്രത്തോളം വലിയൊരു പ്രതിഷേധം ജില്ലയിൽ ഉടനെടുക്കുന്നു ചെയ്യുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം പരപ്പനങ്ങാടിയിൽ ഉണ്ടായി. രണ്ട് തരത്തിലാണ് ആത്മഹത്യ. ഇത്തരത്തിൽ പോലീസിന് ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബം പോലീസിന് മൊഴി നൽകിയിരിക്കുന്നു. ഒന്നീ കുട്ടിക്ക് ആദ്യം തന്നെ മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, ഡിപ്രഷനിലായിരുന്നു എന്ന് പറയുന്നു. എന്നാൽ അതേ കുടുംബം തന്നെ കുട്ടി +1 സീറ്റ് രണ്ടാം ഘട്ട അലോട്ട്മെന്റിലും സീറ്റ് ലഭിക്കാത്ത സാഹചര്യത്തിൽ വലിയ മനോവിഷമത്തിലായിരുന്നു ഈ കുട്ടി എന്നാണ് ഈ കുട്ടിയുടെ കുടുംബം പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഈ കുട്ടിയുടേതായ ചില സുഹൃത്തുക്കളുടെ സഹപാഠികളുടെ ഒക്കെ തന്നെ വോയിസ് ക്ലിപ്പുകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. ഇതിലൊക്കെ പറയുന്നത് ഈ രണ്ടാം ഘട്ട അലോട്ട്മെന്റിലും ഉയർന്ന മാർക്ക് നേടിയിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതായതോടെ കുട്ടി വലിയ മനോവിഷമത്തിലായിരുന്നു. ഈ മനോവിഷമത്തിൽ മനം നൊന്താണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നാണ് ഈ ഒപ്പമുള്ള സഹപാഠികളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് വലിയ രാഷ്ട്രീയമായി ഇപ്പോൾ തന്നെ മലപ്പുറം ജില്ലയിൽ വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. ഇതടക്കം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ നാളത്തെ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് അടക്കമുള്ളവർ പോകുന്നത്. സ്വാഭാവികമായി കുട്ടിയുടെ കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമാണ് എന്താണ് കുട്ടിയുടെ മരണത്തിന് കാരണമെന്ന് വ്യക്തമാകാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പരപ്പനങ്ങാടി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും കുട്ടിയുടെ സഹപാഠികളടക്കം പലരും ഇത്തരത്തിൽ +1 സീറ്റ് ലഭിക്കാത്തതിൽ മനം നൊന്താണ് ഈ കുട്ടിയുടെ ആത്മഹത്യ എന്നതാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ കാര്യം കൂടുതൽ ഗൗരവമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ ആശങ്കയിലേക്ക് കുട്ടികൾ പോകുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ 35,000-ഓളം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുമ്പോഴും പകുതി വിദ്യാർത്ഥികൾ, അതിൽ 17,000-ഓളം വിദ്യാർത്ഥികൾ മാത്രമാണ് സ്ഥിരം അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. 16,000-ഓളം വിദ്യാർത്ഥികൾ താൽക്കാലിക അഡ്മിഷൻ മാത്രമാണ് എടുത്തിരിക്കുന്നത്. അഥവാ മറ്റൊരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ ഇഷ്ടപ്പെട്ട വിഷയമോ
വിദ്യാലയമോ ലഭിക്കാത്തത് കൊണ്ടാണ് അത്തരത്തിൽ താൽക്കാലിക അഡ്മിഷനിലേക്ക് ഇത്രയും വലിയൊരു അളവിൽ വിദ്യാർത്ഥികൾ പോകുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജില്ലയിലെ സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, താങ്ക് യു. അഷ്കർ അലി കരിമ്പയാണ് പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്. വിദ്യാർത്ഥികളോടാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഇഷ്ടപ്പെട്ട സ്കൂൾ ഒരു പക്ഷേ കിട്ടണമെന്ന് നിർബന്ധമില്ല. അത് കരുതി നിങ്ങൾ ഡിപ്രഷനിലേക്കൊന്നും പോകണ്ട. തൊട്ടടുത്ത് ചിലപ്പോൾ ഒരു 2-3 കിലോമീറ്റർ കൂടി അധികം സഞ്ചരിക്കേണ്ടി വരുമായിരിക്കും. ഇഷ്ടപ്പെട്ട കോഴ്സ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ കിട്ടാതെ വന്നാലും നിങ്ങൾക്ക് തുടർന്നും ഇതൊന്നും ഒരു വലിയ ജീവിതത്തെ മാറ്റിമറിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല.